വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ടും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചും ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിന് ഒരു കാരമലിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയാണിത്. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് റവ വെച്ചാണ് ഇത് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സോസ് പാനിലോട്ട് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലോട്ട് 1/2 കപ്പോളം റവ ചേർത്ത് കൊടുക്കാം. റവ അഥവാ തരി എന്നൊക്കെ പറയും. അതിവിടെ 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള മധുരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും പകുതിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര മാത്രമാണെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ മിൽക്കി മേഡും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് റവയൊക്കെ നന്നായിട്ട് കുക്കായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ റവ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഏലക്കായയുടെ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റേജിലെത്തി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് ടൈറ്റായി പോകരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് തിക്കായിട്ട് വേണം, എന്നാൽ ഒരുപാട് ടൈറ്റായി പോകാൻ പാടില്ല. ഈ ഒരു രീതിയിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിത് മാറ്റുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. അതിടയ്ക്ക് ഒന്ന് കറണ്ട് പോയിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ പുഡിങ്ങിൻ്റെ ട്രേയിലോട്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് എല്ലാ വശവും ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് തട്ടി കൊടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ടുള്ള കാരമൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിളച്ച ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള റവയുടെ മേലെ ഇത് ഒഴിച്ചു കൊടുക്കാം. എല്ലാ വശത്തുമായിട്ട് എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് കവർ ചെയ്ത് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു 2-3 മണിക്കൂർ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റവ വെച്ചിട്ടുള്ള കാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു പുഡിങ് നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.